Welcome to Learnino. ഇന്ന് നമ്മൾ IBPS ക്ലർക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. റീസണിംഗ് സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് കോംപ്രഹെൻഷൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. 8 people P, Q, R, S, T, U, V and W are sitting on a circular table facing inside. R is sitting second to the right. അപ്പൊ സർക്കുലർ ടേബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 8 പീപ്പിൾ ഉണ്ട് എന്നറിയാം. അപ്പൊ നമുക്ക് നമ്മൾ പൊസിഷൻ വരച്ചു വെച്ചു. ഇനി ഫേസിങ് ഇൻസൈഡ് ആണ് ഫേസ് ചെയ്യുന്നത്. ആർ ഈസ് സെറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടി. അപ്പൊ ആർ എന്ന് പറയുന്നത് ടിയുടെ സെക്കൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ടിയുടെ പൊസിഷൻ ഇവിടെ കൊടുക്കാം. ടിയുടെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 6 കൊടുക്കാം. Only two people are sitting between R and Q. ആറിനും ക്യൂവിനും ഇടയിൽ 2 പീപ്പിളെ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആറിനും ക്യൂവിനും ഇടയിൽ, അപ്പൊ നമുക്ക് ക്യൂ വേണമെങ്കിൽ ഇവിടെയും ഇടാം, അല്ലെങ്കിൽ ഈ 2 പൊസിഷൻ കഴിഞ്ഞ ക്യൂവിന്റെ ഒരു പൊസിഷൻ നമുക്ക് ഇവിടെയും വരാലോ. അപ്പം only 2 people are sitting between R and Q. S is sitting second to the left of Q. ഓക്കെ, അപ്പൊ നമുക്ക് only 2 people are sitting between R and Q പറഞ്ഞു. ഇനി S is sitting second to the left of Q. S എന്ന് പറയുന്നത് എന്താണ്? ക്യൂവിന്റെ സെക്കൻഡ് ആയിട്ടാണ്, ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്യൂ ഇപ്പോഴും ഇങ്ങോട്ട് ഉള്ളിലേക്കാണ്, അകത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ക്യൂയുടെ റൈറ്റ് സൈഡ് ആണ് ഇതെന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡ് ആണ് ഇപ്പൊ ഇത്. അപ്പം എസ് ഇസ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ ക്യൂ എടുക്കുന്നതെങ്കിൽ എസ് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിലോ ഈ ഒരു പൊസിഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താണ്, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് പുറത്തോട്ടാണ് ക്യൂ നോക്കുന്നതെങ്കിൽ റൈറ്റും ലെഫ്റ്റും ഇതാണ്. അകത്തോട്ട് നോക്കുമ്പോൾ എന്ത് വരും? ഇതാണ് ലെഫ്റ്റ് വരുന്നത്. അപ്പം between Q, S is sitting to the left of second to the left of Q. അപ്പം S നമുക്ക് ഇവിടെയും വരാം. ഓക്കെ, only 3 people are sitting between S and B. എസിനും വിക്കും ഇടയിൽ 3 people ഉണ്ടെന്ന് പറഞ്ഞു. എസിനും വിക്കും ഇടയിൽ 3 people ഉണ്ട്. നമുക്ക് അറിയില്ല, നമ്മളപ്പോ ഇങ്ങനത്തെ എഴുതി വെക്കുകയാണ്. എസിനും വിക്കും ഇടയിൽ 3 people ഉണ്ട്. അപ്പോൾ നമുക്ക് എസിനും വിക്കും ഇടയിൽ 3 people ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പൊസിഷൻ വരാൻ പറ്റും? 1, 2, 3. ഒന്നെങ്കിൽ ഇവിടെ വരാം, എസ് വി, ഈ ഒരു പൊസിഷൻ. ഈ എസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വി വരാം. ഈ എസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1, 2, 3. ഇവിടെ വി വരില്ലല്ലോ. 1, 2, 3 ഇവിടെ വരില്ല. അപ്പൊ നമുക്ക് എസും വിക്കും ഇടയിൽ 3 പേരുണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റും അല്ലെ. ഈ എസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ വി വരാനായിട്ട് സാധ്യതയുണ്ട്. വി ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു. വി ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് യുവിന്റെ പൊസിഷൻ എന്ന് മനസ്സിലായി അല്ലെ. നമുക്ക് ഒരു ഇത് കളയാം. ഇവിടെയാണ് യുവിന്റെ പൊസിഷൻ, ഇവിടെയാണ്. എന്താണ്? വി ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു എന്ന് മനസ്സിലായി. 1 person is sitting between T and W. ടിക്കും ഡബ്ല്യുക്കും ഇടയിൽ 1 person ഇരിപ്പുണ്ട്. അപ്പം ഡബ്ല്യു നമുക്ക് ഇവിടെ കൊടുക്കാം. ടിക്കും ഡബ്ല്യുക്കും ഇടയിൽ ഒരാളുണ്ട്. അടുത്തത്, പി ഈസ് നോട്ട് എ നൈബർ ഓഫ് ക്യൂ. പി ഈസ് നോട്ട് എ നൈബർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പി ഇവിടെ തന്നെ വരാം. അപ്പൊ ഇവിടെ ഈ ഒരു പൊസിഷൻ പിയുടെ അല്ല നമുക്ക് ആക്കിയാൽ പോരെ. നമുക്ക് ക്യൂയുടെ പൊസിഷൻ നമ്മൾ ഇവിടെയാണല്ലോ ഒന്നെങ്കിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ എസിനെ നമ്മൾ ഫിക്സ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്.
ഓക്കെ, നമുക്ക് പൊസിഷൻ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി? ബിക്ക് രണ്ടാമതായിട്ട് ഇരിക്കുന്നത് ആരാണ്? യു ആണ്. ഓപ്ഷൻ 3 യു ആണ് ആൻസർ. സെക്കൻഡ് ടു ദ റൈറ്റ്, എല്ലാരും അകത്തേക്കാണ് നോക്കുന്നത്. എല്ലാരും അകത്തേക്കാണ് നോക്കിയിരിക്കുന്നത്. എല്ലാവരും അകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? നോക്കിയിരിക്കുന്നത് അകത്തേക്കാണ്. ഇവിടെ യു അല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്? ആണ്, യു ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ആൻസർ കിട്ടി. ഇനി ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നോക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു, ആരാണ് ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ആർ, ആറിന് മുമ്പിൽ ആരാണ് വരുന്നത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡബ്ല്യു ആണ് ആറിന് മുമ്പ് കിട്ടുന്നത്. ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് ബി വെൻ കൗണ്ടിങ് ഫ്രം റൈറ്റ് ഓഫ് ബി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ്? ഓപ്ഷൻ 5 4 ആൾക്കാരാണ് കിട്ടുന്നത്. ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി, അത് നമുക്ക് ആൻസർ കിട്ടുന്നത് ഇതിനകത്ത് നിന്ന് ഡബ്ല്യു ആൻഡ് ബി കൗണ്ടിങ് ഫ്രം റൈറ്റ് ഓഫ് ബി. ബിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഡബ്ല്യുക്കും ബിക്കും ഇടയിൽ എത്ര പേരാണ് കിട്ടുന്നത്? അതിന്റെ ആൻസർ 4 എന്നാണ് കിട്ടുന്നത്. ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി ആണ് ചോദിച്ചിരിക്കുന്നത്. എസ് ആണ് കറക്റ്റ് ഓപ്ഷൻ 2 എസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഹൗ മെനി പീപ്പിൾ ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ആർ എന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ എന്താണ്, നമുക്ക് കിട്ടിയ ഒരു ഫിഗർ നമുക്കിവിടെ ഒന്നും കൂടി വരയ്ക്കാം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നും കൂടി വരയ്ക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി നമുക്കിവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഫിഗർ ഒന്നും കൂടി ഒന്ന് വരയ്ക്കാം ഇവിടെ. അപ്പൊ നമുക്കിവിടെ കിട്ടിയത് ഇങ്ങനെയായിരുന്നു പൊസിഷൻ കിട്ടിയത്. നമുക്ക് ഇവിടെ ഡബ്ല്യു ഉണ്ട്, ഇവിടെ ഡബ്ല്യു, ഇത് എസ് എന്ന പൊസിഷൻ കിട്ടി, ഇത് പി എന്ന പൊസിഷൻ കിട്ടി, യു കിട്ടി, ആർ കിട്ടിയായിരുന്നു, വി കിട്ടി, ടി കിട്ടി, ക്യൂ കിട്ടി. ഇത്രയാണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഒരു പൊസിഷൻ നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും എന്ത് ചെയ്യാം? ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി? റൈറ്റ് ഓഫ് ബി അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ആൻസർ യു എന്ന് കിട്ടിയായിരുന്നു അല്ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. 2 ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ആർ? ആറിന്റെ ഫ്രണ്ടിലായിട്ട് ആരാണ്? ഡബ്ല്യു അല്ലേ ഇരിക്കുന്നത്? ഓപ്ഷൻ 1 ഡബ്ല്യു അല്ലേ ഇരിക്കുന്നതാണ്. ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് ബി വെൻ കൗണ്ടിങ് ഫ്രം റൈറ്റ് ഓഫ് ബി? ബിയുടെ റൈറ്റില് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡബ്ല്യുക്കും ബിക്കും ഇടയിൽ 1 2 3 4 എത്ര പേരുണ്ട്? 4 പേരുണ്ട്. കിട്ടിയായിരുന്നു. ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി? ടിയുടെ തേർഡ് 1 2 മൂന്നാമത് എസ് അല്ലേ ഇരിക്കുന്നേ? ആണ്. ഓപ്ഷൻ 2 എസ് ആണ് ഇരിക്കുന്നത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡബ്ല്യു ആൻഡ് ബി വെൻ കൗണ്ടിങ് ഫ്രം റൈറ്റ് ഓഫ് ബി? ബിയുടെ റൈറ്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഡബ്ല്യുക്കും ബിക്കും ഇടയിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അത് നമ്മൾ പറഞ്ഞു. ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി? ടിയുടെ ലെഫ്റ്റിലായിട്ട് എത്ര പേരുണ്ട്? തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി ആരാണ്? എസ് ആണ്. ഓപ്ഷൻ 2 ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ബി? സിറ്റിംഗ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ക്യൂക്കും വിയും ഇടയിൽ
ക്യൂക്കും വിനും ഇടയിൽ ഒരാള്, അതുപോലെ തന്നെ ക്യൂക്കും ഏതിനും ഇടയിൽ എസിനും ഇടയ്ക്കാണ് ഒരാള് വരുന്നത്. ക്യൂക്കും എസിനും ഇടയ്ക്ക് ഡബ്ല്യു മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ബിലോ ക്വസ്റ്റ്യൻസ്. എ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 7 members, L, M, S, P, I, S and T. There are 2 married couples in the family. N is the sister-in-law of S, who is the daughter of M. N is the wife of L. S has a sister. L is the only son of P. I is the son of S only brother. P is the father of T. M is the spouse of T. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 7 there are 2 married couple, 2 married couple ഉണ്ട്. N is a sister-in-law of S. S ആണ് എസിന്റെ sister-in-law. ഇപ്പൊ എസിന്റെ ബ്രദർ ഇവിടെ ഒരാളുണ്ട്, അയാള് മാരി ചെയ്തിരിക്കുന്ന ആളാരെന്ന് എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ്, മനസ്സിലായി. സിസ്റ്റർ-ഇൻ-ലോ ആണല്ലോ. എൻ എന്ന് പറയുന്നത് സിസ്റ്റർ-ഇൻ-ലോ ഓഫ് എസ് ആണ്. ഹു ഈസ് ദ ഡോട്ടർ ഓഫ് എം? എസ് ആരുടെ ഡോട്ടർ ആണ്? എമ്മിന്റെ ഡോട്ടർ ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും എമ്മിന്റെ ആണ്, മക്കളാണ്. എൻ ഈസ് ദ വൈഫ് ഓഫ് എൽ. എൽ ആണെന്ന് മനസ്സിലായി. എൻ ഈസ് ദ വൈഫ് ഓഫ് എൽ. എസ് ഹാസ് എ സിസ്റ്റർ. എസിന് ഒരു സിസ്റ്റർ ആ ഉള്ളേന്ന് പറഞ്ഞിട്ടുണ്ട്. എൽ ഈസ് ദ ഓൺലി സൺ ഓഫ് പി. അപ്പൊ ഈ എസിന് ഒരു സിസ്റ്ററും ഉണ്ടെന്ന് മനസ്സിലായി. എൽ ഈസ് ദ ഓൺലി സൺ ഓഫ് പി. ഇനി പി എന്ന് പറയുന്ന ഒരാളെ പറയുക. പി എന്ന് പറയുന്ന ഒരാളുടെ മകനാണ് എൽ എന്ന് പറയുന്നത്. ഐ ഈസ് എ സൺ ഓഫ് എസ് ഒൺലി ബ്രദർ. എസിന്റെ ഒരേ ഒരു ബ്രദറിന്റെ സണ്ണാണ് ഐ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതല്ലേ, ഇവര് രണ്ടിന്റെയും കൂടെ മകനാണല്ലോ ആര് പറയുന്നത്? ഐ എന്ന് പറയുന്നത്. പി ഈസ് ദ ഫാദർ ഓഫ് ടി. പി ഈസ് ദ ഫാദർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടി ഉണ്ട്, ടിയുടെ ഫാദർ ആണ് പി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണാന്ന് മനസ്സിലായി. എം ഈസ് എ സ്പോസ് ഓഫ് എം ഈസ് എ സ്പോസ് ഓഫ് പി. ഇവിടെ 2 മാരീഡ് കപ്പിളിനെ നമുക്ക് കിട്ടി. ഹൗ മെനി മെയിൽ മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫാമിലി? ഇതൊരു സിസ്റ്റർ ആണെന്ന് കിട്ടിയായിരുന്നല്ലോ ഓൾറെഡി. ഒരു സിസ്റ്റർ ആണ്. ഹൗ മെനി മെയിൽ മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫാമിലി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഈ ഒരു പി ഒരു മെയിലാന്ന് കിട്ടി, 1. അപ്പൊ നമുക്കിവിടെ പി മെയിലാന്ന് കിട്ടിയല്ലോ, പി മെയിലാന്ന് കിട്ടി. ഇത് സണ്ണാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 2ാമത്തെ മെയില്. ഇനി ഇവിടെ ഇത് എല്ലൊരു മെയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ മെയിലായി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 3 മെയിലാണ് കറക്റ്റ് ആയിട്ട് നമുക്കിവിടെ ആണുങ്ങളാണെന്ന് കിട്ടി. എത്ര മെയിൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ആദ്യം നോക്കുവാണെങ്കിൽ എൽ ഈസ് ദ ഓൺലി സൺ ഓഫ് പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എൽ ഈസ് ദ ഓൺലി സൺ ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ഈസ് ദ സൺ ഓഫ് എസ് ഓൺലി ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഐ നമുക്കിവിടെ പി ഒരാൾ ഇവിടെ 1, 2 കിട്ടി, 3 കിട്ടി. ഈ ഐ ഈസ് ദ സൺ ഓഫ് എസ് ഓൺലി ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 4. അപ്പൊ 4 എന്നാണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ ഈ പിക്ചർ ഒന്നും കൂടി നമുക്ക് നോക്കാം. 7 മെമ്പേഴ്സിന്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാരീഡ് കപ്പിൾസ് ഇൻ ദ ഫാമിലി. N is the sister-in-law of S ആണ്. N is the sister-in-law of S എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ N എന്ന് പറയുന്ന ഒരു പെണ്ണാണ്, മനസ്സിലായി. എന്നിനെ മാരേജ് ചെയ്തിട്ടുള്ള ആരോ ഉണ്ട്. എസിന്റെ സിസ്റ്റർ-ഇൻ-ലോ ആണ്, മനസ്സിലായി. ഹു ഈസ് ദ ഡോട്ടർ ഓഫ് എം? ആരുടെ ഡോട്ടർ ആണ്? എമ്മിന്റെ ഡോട്ടർ ആണ്. അപ്പൊ ഇത് പെണ്ണാണെന്ന് മനസ്സിലായി. എൻ ഈസ് ദ വൈഫ് ഓഫ് എൽ. എൻ എന്ന് പറയുന്ന ആരുടെ വൈഫാ? എല്ലിന്റെ വൈഫ്. അപ്പൊ ഇത് ആണായതുകൊണ്ട് നമുക്ക് പ്ലസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എൻ ഈസ് ദ വൈഫ് ഓഫ് എൽ. എസ് ഹാസ് എ സിസ്റ്റർ. എസിന് ഒരു സിസ്റ്റർ ഉണ്ടെന്നുണ്ട്. എസ് ഹാസ് എ സിസ്റ്റർ. എസിന് ഒരു സിസ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എൽ ഈസ് ദ ഓൺലി സൺ ഓഫ് പി. എൽ ഈസ് ദ ഓൺലി സൺ ഓഫ് പി. അപ്പൊ ഇവിടെ പി ഉണ്ട്. അത് നമ്മൾ എഴുതി. ഇവര് രണ്ടൊരു മാരീഡ് കപ്പിളാന്ന് മനസ്സിലായി. ഐ ഈസ് എ സൺ ഓഫ് ഹിസ് ഓൺലി ബ്രദർ. അപ്പൊ ഇവരുടെ രണ്ടിന്റെയും കൂടെ മക്കളാണ് ഐ എന്ന് പറയുന്നത്. ഇതും ആണാണെന്ന് മനസ്സിലായി. ഇത് ആണാണ്, ഇത് ഗേൾ ആണ്, ഇത് ലേഡിയാണ്, ഇത് ലേഡിയാണ്. ഐ ഈസ് ഓൺലി സൺ ഓഫ് ഹിസ് ബ്രദർ. പി ഈസ് എ ഫാദർ ഓഫ് ടി. പി ഈസ് ദ ഫാദർ ഓഫ് പി. അത് നമുക്ക് വേറെ എഴുതാം. പി ഈസ് ദ ഫാദർ ഓഫ് പി. ഇതാണാണ്. ഐ ഈസ് എ സൺ ഓഫ് ഹിസ് ഓൺലി ബ്രദർ. അത് നമ്മൾ പറഞ്ഞു. പി ഈസ് ഫാദർ. ഇനി എം ഈസ് എ ഫോഴ്സ് ഓഫ് എം. ഇത് പെണ്ണാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇവിടെ പ്ലസ് കൊടുക്കാം. ഇവിടെ ഇത് ലേഡിയാന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടെ ഒരു ആള് നമുക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ആരാന്ന് മനസ്സിലായി. ഈ സിസ്റ്റർ നമ്മളെ മിസ് പേരറിയാതെ സിസ്റ്ററിന് കൊടുത്തിരുന്നത് നമുക്ക് ടി ആണ് മനസ്സിലായി. മനസ്സിലായി, ടി ആണ്. 1 2 3 4 5 6 7 7 മെമ്പേഴ്സ് ആയി അല്ലെ? 7 മെമ്പേഴ്സ് ആയി. ടോട്ടൽ ഇപ്പോൾ 7 മെമ്പേഴ്സ് ആയി. 7 മെമ്പേഴ്സ് ആകുമ്പോൾ ഇതിൽ എത്ര മെയിൽ ഉണ്ടെന്ന് വെച്ചാൽ എത്ര പേരുണ്ട്? ഇവിടെ പ്ലസ് ഇട്ടേക്കുന്നതൊക്കെയാണ് മെയിലായിട്ട് സൂചിപ്പിക്കുന്നത്. എത്ര പേരുണ്ട്? 3 മെയിലാണ്. 3 മെയിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. 3 മെയിലാണ് ആൻസർ ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. അപ്പൊ ഇത് നിങ്ങളൊന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ്. ഹൗ ഈസ് ടി റിലേറ്റഡ് ടു ഐ? ടിയും ഐയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടി എന്ന് പറയുന്നത് ഐയുടെ ആരായിട്ട് വരും? ടി എന്ന് പറയുന്ന ഐയുടെ ആരായിട്ട് വരും? നമുക്കൊന്ന് വരച്ച് തന്നെ ഒന്നുകൂടെ വരയ്ക്കാം.
ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിന്റെ റിലേഷൻ കിട്ടിയിരുന്നത് നേരത്തെ പ്ലസ് ഇടുന്നതെല്ലാം മെന്നും കുത്തിടുന്നതെല്ലാം ലേഡീസുമാണ്. ഇപ്പം ഇവിടെ ടി ലേഡിയാണ്. അപ്പം ഇവിടെ ഇവര് തമ്മിൽ എന്താണ്? ആണ്ടാണ് വരുന്നത്. ഓപ്ഷൻ 5 ആണ്ടാണ്. ടി ഈസ് മാരിഡ് ടു ആർ. ടി മാരീഡ് ടു ആർ പറഞ്ഞു. ദെൻ ആർ ഈസ് ഡാഷ് ഓഫ് പി. അപ്പൊ പിയുടെ ആരാണ് ആർ? ആരായിട്ട് വരും? സൺ ഇൻ ലോ. ഓപ്ഷൻസ് ആണ് ഇത് തന്നിരിക്കുന്നത്. സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, നൺ ഓഫ് ദി. ഇങ്ങനെയാണ് ഓപ്ഷൻസ്. ടി ഈസ് മാരീഡ് ടു ആർ. ടി മാരീഡ് ടു ആർ. ഇവിടെ ടി ഒരു പെണ്ണാണ്. ആറിനെ കല്യാണം കഴിക്കുമ്പോൾ മെന്നായി. ദെൻ ആർ ഈസ് ഡാഷ് ഓഫ് പി. ആർ എന്ന് പറയുന്നത് സൺ ഇൻ ലോ ഓഫ് പി ആയിട്ട് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇഫ് ടി ഈസ് മാരീഡ് ടു ആർ ദെൻ ആർ ഈസ് ഡാഷ് ഓഫ് പി പറഞ്ഞതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം.